ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു PTM ലേണേഴ്സ്. ഈ വീഡിയോയിൽ LBS MC എൻട്രൻസ് എക്സാമിനേഷൻ 2025 ഒരു ടോപ്പിക് ഇൻട്രപ്റ്റാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇൻട്രപ്റ്റിൻ്റെ ടൈപ്പ്, ഇൻട്രപ്റ്റ് എങ്ങനെയാണ് വർക്ക് ആവുന്നത്, ആൻഡ് ഇൻട്രപ്റ്റ് നടക്കുമ്പോൾ എന്തൊക്കെയാണ് വേറെ പ്രോസസ്സ് നടക്കുന്നത്, ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇത് കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ്. ഓൾറെഡി ബാക്കി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് വേണമെങ്കിൽ പ്ലേലിസ്റ്റിൽ ചെക്ക് ചെയ്യാം. ഇൻറ്ററപ്റ്റ് എന്ന് പറയുന്നത് ഒരു സിഗ്നലാണ്. ആൻഡ് ഈ സിഗ്നൽ ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസാണ് കൊടുക്കുന്നത് ടു ദ പ്രോസസ്സർ. ഇത് എന്താണ് മെയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ IO ആൻഡ് പ്രോസസ്സർ കണ്ടില്ലേ, അതിൽ ഒരു ടൈപ്പാണ് ഇൻറ്ററപ്റ്റ് ബേസ്ഡിൽ CPU അതിൻ്റെ നോർമൽ വർക്ക്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണോ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഡിവൈസസ് റെഡി ആവുന്നത്, ലൈക്ക് അതിനെ എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യണം അല്ലെങ്കിൽ CPUവിൻ്റെ ആവശ്യം വരുന്നത്, അപ്പോൾ ആ IO ഡിവൈസസ് CPUവിന് ഒരു സിഗ്നൽ കൊടുക്കും. ആ സിഗ്നലാണ് ഇൻറ്ററപ്റ്റ്. ഓക്കെ, അതാണ് ഇൻറ്ററപ്റ്റ്. IO ഡിവൈസസ് അവർക്ക് പ്രോസസ്സ് നടക്കണമെങ്കിൽ CPUവിന് റിക്വസ്റ്റ് കൊടുക്കും ഒരു സിഗ്നൽ വെച്ചിട്ട്. അതാണ് ഇൻറ്ററപ്റ്റ്. ആൻഡ് ഇൻറ്ററപ്റ്റ് ഇസ് എ മെക്കാനിസം ദറ്റ് അലോസ് ദ CPU ടു ബി അലേർട്ടഡ് ടു ഇമ്മീഡിയറ്റ് ടാസ്ക് സോ ഇറ്റ് ക്യാൻ പോസ് ഇറ്റ്സ് കറൻറ്റ് വർക്ക് ആൻഡ് എക്സിക്യൂട്ട് മോർ അർജൻറ്റ് വർക്ക്. ഇറ്റ് ഇംപ്രൂവ്സ് ദ എഫിഷ്യൻസി ഓഫ് ദ പ്രോസസ്സർ ആൻഡ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഇൻ റിയൽ ടൈം ആൻഡ് മൾട്ടി ടാസ്കിംഗ് സിസ്റ്റം. നമ്മൾ ഇൻറ്ററപ്റ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് CPUവിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ പറ്റും. കൺകറൻ്റ്ലി കുറേ പ്രോസസ്സും എക്സിക്യൂട്ട് ആവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഇൻറ്ററപ്റ്റ് അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ CPU എപ്പോഴും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും, ഡിവൈസ് റെഡിയാണോ എന്ന്. അങ്ങനെ ചെക്ക് ചെയ്യുന്ന ടൈമിൽ CPU വേറെ വർക്കൊന്നും ചെയ്യത്തില്ല. അപ്പോൾ അത് വെറുതെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ CPUയുടെ എഫിഷ്യൻസിയാണ് പോകുന്നത്. നമ്മൾ ഇതേപോലെ ഇൻറ്ററപ്റ്റൊക്കെ യൂസ് ചെയ്യുമ്പോൾ CPU അതിൻ്റെ വർക്ക് സെപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എപ്പോഴാണ് വേറെ വർക്ക് വരുന്നത്, അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് CPUവിന് ഒരു സിഗ്നൽ കൊടുക്കും. ആ സിഗ്നൽ കിട്ടുമ്പോൾ മാത്രം CPU അത് ചെയ്യുന്ന പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഏത് ഇൻറ്ററപ്റ്റാണോ കിട്ടിയത്, എവിടെ നിന്നാണോ കിട്ടിയത് അവിടേക്ക് പോയി അവിടെയുള്ള ആ ഒരു ടാസ്കിനെ കംപ്ലീറ്റ് ചെയ്യും. അതാണ് ഇൻറ്ററപ്റ്റ്. ഇനി ഈ ഇൻറ്ററപ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ആണുള്ളത്. ഹാർഡ്വെയർ ഇൻറ്ററപ്റ്റ്, സോഫ്റ്റ്വെയർ ഇൻറ്ററപ്റ്റ്, മാസ്കബിൾ, നോൺ മാസ്കബിൾ, ഇൻറ്റേർണൽ ഇൻറ്ററപ്റ്റ് ആൻഡ് എക്സ്റ്റേർണൽ ഇൻറ്ററപ്റ്റ്. അപ്പോൾ ഫസ്റ്റ് വൺ, ഹാർഡ്വെയർ ഇൻറ്ററപ്റ്റ്. ഹാർഡ്വെയർ ഇൻറ്ററപ്റ്റ് ഇസ് നത്തിങ് ബട്ട് ദ interrupts created by external hardware devices. കീബോർഡ്, മൗസ്, പ്രിൻ്റർ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഇതൊക്കെ കൊടുക്കുന്ന സിഗ്നൽസാണ് ഹാർഡ്വെയർ ഇൻറ്ററപ്റ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ കീബോർഡിൽ എന്തെങ്കിലുമൊക്കെ കീ പ്രസ് ചെയ്യുമ്പോൾ അത് നേരെ CPUവിന് ഒരു ഇൻറ്ററപ്റ്റ് സിഗ്നൽ കൊടുക്കും. അപ്പോൾ CPU ചെയ്യുന്ന വർക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ഏതാണോ കൊടുത്തത് അവിടത്തേക്ക് വരും. ഹാർഡ്വെയർ ഇൻറ്ററപ്റ്റ് അതാണ് നമ്മൾ എക്സ്റ്റേണൽ ഹാർഡ്വെയർ ഡിവൈസസ് വെച്ചിട്ട് കൊടുക്കുന്ന ഇൻറ്ററപ്റ്റാണ് ഹാർഡ്വെയർ ഇൻറ്ററപ്റ്റ്. ഇനിയുള്ളത് സോഫ്റ്റ്വെയർ ഇൻറ്ററപ്റ്റ്. സോഫ്റ്റ്വെയർ ഇൻറ്ററപ്റ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഇൻറ്ററപ്റ്റാണ് സോഫ്റ്റ്വെയർ ഇൻറ്ററപ്റ്റ്. ഫോർ എക്സാമ്പിൾ, ഒരു പ്രോഗ്രാം OSന്ന് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു റിക്വസ്റ്റ് ഫ്രം ദ സോഫ്റ്റ്വെയർ സൈഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം ജനറേറ്റ് ചെയ്യുന്ന സിഗ്നൽസാണ് സോഫ്റ്റ്വെയർ ഇൻറ്ററപ്റ്റ്. തേർഡ് വൺ, മാസ്കബിൾ ഇൻറ്ററപ്റ്റ്. മാസ്കബിൾ ഇൻറ്ററപ്റ്റ് മീൻസ് നമുക്ക് ആ ടൈപ്പ് ഓഫ് ഇൻറ്ററപ്റ്റ്സിനെ ഇഗ്നോർ ചെയ്യാൻ പറ്റും. അത് എന്തെങ്കിലുമൊക്കെ ലോ പ്രയോറിറ്റി ജോബ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻറ്ററപ്റ്റിനെ ഇഗ്നോർ ചെയ്യാം. അത് നമ്മളിപ്പോൾ ഇൻറ്ററപ്റ്റ് വന്നാൽ നമ്മൾ അതിൽ എന്താണോ പറഞ്ഞേക്കുന്നത് അവിടെ പോയിട്ട് അതിൻ്റെ ടാസ്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻറ്ററപ്റ്റ് വരുമ്പോൾ ജസ്റ്റ് നമുക്കതിനെ അവോയ്ഡ് ചെയ്യാം. അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഇൻറ്ററപ്റ്റ്സാണ് മാസ്കബിൾ ഇൻറ്ററപ്റ്റ്സ്. ആൻഡ് ഇത് ലോ പ്രയോറിറ്റി ടാസ്കിനായിരിക്കും. പിന്നെ ഉള്ളത് നോൺ മാസ്കബിൾ ഇൻറ്ററപ്റ്റ്. നോൺ മാസ്കബിൾ ഇൻറ്ററപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, അത് ഹൈ പ്രയോറിറ്റി ടാസ്ക് ആയിരിക്കും. അപ്പോൾ നോൺ മാസ്കബിൾ ഇൻറ്ററപ്റ്റ് ആണെങ്കിൽ നമുക്ക് ആ ഇൻറ്ററപ്റ്റിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, മെമ്മറി പാരിറ്റി എറർ, ഇതൊക്കെ നോൺ മാസ്കബിൾ ഇൻറ്ററപ്റ്റ്സിൽ വരുന്നതാണ്. പിന്നെ ഇൻറ്റേർണൽ ഇൻറ്ററപ്റ്റ്സിനെ നമ്മൾ ട്രാപ്സ് അല്ലെങ്കിൽ എക്സെപ്ഷൻസ് എന്നും പറയും. ഇതെല്ലാം ഒരു ഇൻസ്ട്രക്ഷനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇൻറ്ററപ്റ്റ്സ് ആണ്. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു നമ്പറിനെ 0 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ ഡിവൈഡ് ചെയ്താൽ എറർ വരും. അതും ഒരു ടൈപ്പ് ഓഫ് ഇൻറ്ററപ്റ്റാണ്. പിന്നെ നമ്മൾ ഇല്ലീഗലായിട്ട് ഒരു മെമ്മറിയിൽ ആക്സസ് ചെയ്യുന്നത്, അതും ഒരു ടൈപ്പ് ഓഫ് ഇൻറ്ററപ്റ്റാണ്. ഇതൊക്കെ ഇൻറ്റേർണൽ ഇൻറ്ററപ്റ്റ്സിൽ വരും. ഇതിനെ നമ്മൾ ട്രാപ്സ് അല്ലെങ്കിൽ എക്സെപ്ഷൻസിനും കൂടി പറയും. ഇനിയുള്ള നെക്സ്റ്റ് ടൈപ്പാണ് എക്സ്റ്റേർണൽ ഇൻറ്ററപ്റ്റ്. ഇത് നമ്മൾ എക്സ്റ്റേർണൽ ഡിവൈസിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻറ്ററപ്റ്റാണ് എക്സ്റ്റേർണൽ ഇൻറ്ററപ്റ്റ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് 2 നെറ്റ്വർക്ക് ഉണ്ടെന്ന് വയ്ക്കാം. ഈ ഒരു നെറ്റ്വർക്കിൽ കുറേ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്.
പിന്നെ വേറൊരു നെറ്റ്വർക്ക് ഉണ്ട്. ഈ നെറ്റ്വർക്കിൽ കുറേ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ നെറ്റ്വർക്കിലുള്ള ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ഈ കമ്പ്യൂട്ടറിലോട്ട് ഒരു മെസ്സേജ് അയക്കണം. അങ്ങനെ അയക്കുമ്പോൾ വരുന്ന ഈ സിസ്റ്റത്തിലോട്ട് വരുന്ന ഇൻറ്ററപ്റ്റിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ഇൻറ്ററപ്റ്റ് എന്ന് പറയുന്നത്. ഇത് എക്സ്റ്റേണൽ ഡിവൈസ് ഫ്രം എക്സ്റ്റേണൽ നെറ്റ്വർക്ക് സെൻഡ് ചെയ്യുന്ന ഇൻറ്ററപ്റ്റാണ്. അതാണ് എക്സ്റ്റേണൽ ഇൻറ്ററപ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഈ ഇൻറ്ററപ്റ്റ് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം CPU-ന് സിഗ്നൽ കിട്ടും. ഒരു ഇൻറ്ററപ്റ്റ് ജനറേറ്റ് ആവും. ആ ഇൻറ്ററപ്റ്റ് CPU-ന് കിട്ടും. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻറ്ററപ്റ്റ് ജനറേഷനാണ്. അത് CPU-ന് കിട്ടും. സെക്കൻഡ് വൺ, എപ്പോഴാണോ CPU-ന് ഇൻറ്ററപ്റ്റ് കിട്ടുന്നത് അപ്പോൾ CPU അത് ചെയ്യുന്ന വർക്ക് പോസ് ചെയ്ത് വെച്ചിട്ട് ISR-ലോട്ട് പോവും. ISR ഈസ് ഇൻറ്ററപ്റ്റ് സർവീസ് റൂട്ടീൻ. ഇത് നമ്മൾ ഒരു ഫംഗ്ഷനാണ്, ഒരു പ്രോഗ്രാമാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇൻറ്ററപ്റ്റ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ CPU അതിൻ്റെ വർക്കൊക്കെ പോസ് ചെയ്തിട്ട് ISR-ലോട്ട് പോവും. പിന്നെ ISR അവിടെ ഇൻറ്ററപ്റ്റ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യും. ഇൻറ്ററപ്റ്റ് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ CPU ബാക്ക് ടു എവിടെയാണോ അത് വർക്ക് സ്റ്റോപ്പ് ചെയ്തത് അവിടത്തേക്ക് തിരിച്ചു വരും. ഇങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇൻറ്ററപ്റ്റ് പ്രോസസ്സ്. ഇനി ഈ ഇൻറ്ററപ്റ്റ് ഇങ്ങനെ നടക്കുമ്പോൾ വേറെ 2 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതും കൂടി എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ പറഞ്ഞു ഒരു ഇൻറ്ററപ്റ്റ് വരുമ്പോൾ CPU അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബിനെ അവിടെ പോസ് ചെയ്ത് വെച്ചിട്ട് ഇൻറ്ററപ്റ്റിലോട്ട് പോകും. ഇൻറ്ററപ്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പോകും. ബട്ട് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ഇൻറ്ററപ്റ്റ് ഹാൻഡ്ലിങ് ഇത് എവിടെയാണോ CPU അതിൻ്റെ വർക്ക് സ്റ്റോപ്പ് ചെയ്തത് അവിടത്തേക്ക് തിരിച്ചു വരണ്ടേ. അത് ഹ്യൂമൻസിനെ പോലെ ഒന്നും അല്ല. ഹ്യൂമൻസിന് നമുക്കിപ്പോൾ എവിടെയാണ് വർക്ക് സ്റ്റോപ്പ് ചെയ്തതെന്ന് നമുക്ക് അറിയാം. നമ്മൾ പോയിട്ട് അതങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ബട്ട് ഇത് കമ്പ്യൂട്ടർ അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഇത് എവിടെയാണ് വർക്ക് സ്റ്റോപ്പ് ചെയ്തതെന്ന് ആ വർക്ക് സ്റ്റോപ്പ് ചെയ്ത അഡ്രസ്സും പിന്നെ ആ വർക്ക് ഏതൊരു സ്റ്റേറ്റസിലായിരുന്നു എന്നൊരിതിനെയും സേവ് ചെയ്ത് വെക്കേണ്ടി വരും. എന്നാലേ അതിന് കറക്റ്റായിട്ട് അത് എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് ആ ഒരു ലൊക്കേഷനിലോട്ട് തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യുന്ന അഡ്രസ്സിനെയും ആ ഒരു പ്രോസസ്സിൻ്റെ സ്റ്റാറ്റസിനെയും നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. ഇതിന് 2 എണ്ണമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഫസ്റ്റ് വൺ റിട്ടേൺ അഡ്രസ്, സെക്കൻഡ് വൺ ഫ്ലാഗ് രജിസ്റ്റർ. റിട്ടേൺ അഡ്രസ്സിൽ ദ അഡ്രസ് ഓഫ് ദി ഇൻസ്ട്രക്ഷൻ ദാറ്റ് വാസ് ടു ബി എക്സിക്യൂട്ടഡ് ആഫ്റ്റർ ദി ഇൻറ്ററപ്റ്റ്. നമ്മൾ ഇപ്പോൾ ഒരു പ്രോസസ്സ് ടാസ്ക് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നു. അതിനെയാണ് പോസ് ചെയ്തിട്ട് ഇൻറ്ററപ്റ്റിലോട്ട് പോയത്. അപ്പോൾ ഇൻറ്ററപ്റ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ പ്രോസസ്സിലോട്ട് തിരിച്ചു വരണ്ടേ. അപ്പോൾ അതിന് അഡ്രസ്സ് വേണം. അപ്പോൾ ഈ റിട്ടേൺ അഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്ത് ആ ഒരു പ്രോസസ്സ് ആ ഒരു ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സാണ് ഈ റിട്ടേൺ അഡ്രസ്സ്. ഇത് നമ്മൾ സേവ് ചെയ്ത് വെക്കുന്നതിൻ്റെ റീസൺ എപ്പോഴാണോ ഇൻറ്ററപ്റ്റിൻ്റെ എക്സിക്യൂഷൻ കഴിയുന്നത് അപ്പോൾ നമ്മളുടെ CPU-ന് ഈ ഒരു അഡ്രസ്സിലോട്ട് തിരിച്ചു വരാൻ പറ്റും ഈസി ആയിട്ട്. അതിനാണ് നമ്മൾ ഇതിനെ സേവ് ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫ്ലാഗ് രജിസ്റ്ററാണ്. ഫ്ലാഗ് രജിസ്റ്ററിനെ നമ്മൾ സ്റ്റാറ്റസ് രജിസ്റ്റർ എന്നും പറയും. ആ ഒരു പ്രോസസ്സിൻ്റെ സ്റ്റാറ്റസ് എന്താണ് അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് ഫ്ലാഗ് രജിസ്റ്റർ. ഇതിൽ സീറോ ഫ്ലാഗ് ഉണ്ട്, ക്യാരി ഫ്ലാഗ് ഉണ്ട്, ഇങ്ങനെ കുറേ ഫ്ലാഗ്സ് ഉണ്ട്. അപ്പോൾ ആ പ്രോസസ്സിൻ്റെ സ്റ്റാറ്റസ് ഏതാണോ അതിനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നതാണ് ഫ്ലാഗ് രജിസ്റ്ററിൽ. ഫ്ലാഗ് രജിസ്റ്ററിനെ സ്റ്റാറ്റസ് രജിസ്റ്റർ എന്നും പറയും. സേവിങ് ഇറ്റ് എൻഷോർസ് ദാറ്റ് ദ പ്രോസസ് സ്റ്റേറ്റ്സ് ഇസ് റീസ്റ്റോർഡ് കറക്റ്റ്ലി ആഫ്റ്റർ സർവീസിങ് ദ ഇൻറ്ററപ്റ്റ്. നമ്മൾ എവിടെയാണോ സ്റ്റോപ്പ് ചെയ്തത് അവിടത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്ലാഗ് രജിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമുക്ക് റിട്ടേൺ അഡ്രസ്സും കിട്ടി, ഫ്ലാഗ് രജിസ്റ്ററും കിട്ടി. ഇത് രണ്ടിനെയും ഒരു ഇതിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഇത് രണ്ടിനെയും നമ്മൾ ഒരു സ്റ്റാക്കിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ റിട്ടേൺ അഡ്രസ്സ് ആൻഡ് ഫ്ലാഗ് രജിസ്റ്റർ ഇത് രണ്ടും നമ്മൾ ഒരു സ്റ്റാക്കിൽ പുഷ് ചെയ്ത് വെക്കും. ഇതിൻ്റെ പേര് പുഷാണ്. നമ്മൾ സ്റ്റാക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യുന്നതിനെ പുഷ് എന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റാക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യും വെൻ ആൻ ഇൻറ്ററപ്റ്റ് ഒക്കേഴ്സ്. എപ്പോഴാണോ ഒരു ഇൻറ്ററപ്റ്റ് ഒക്കർ ആവുന്നത് അപ്പോൾ നമ്മൾ കറൻ്റ്ലി എക്സിക്യൂട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിൻ്റെ അഡ്രസ്സിനെയും അതിൻ്റെ സ്റ്റാറ്റസിനെയും സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യും. അപ്പോൾ ഇതാണ് നടക്കുന്നത്. സോ ആഫ്റ്റർ ഇൻറ്ററപ്റ്റ് ഹാൻഡ്ലിംഗ് ഇറ്റ് ക്യാൻ ഗോ ബാക്ക് ടു ഇറ്റ്സ് പ്രീവിയസ് സ്റ്റേറ്റ് സക്സസ്ഫുള്ളി. ഇത്രയേ ഉള്ളൂ ഇൻറ്ററപ്റ്റ്സ്. ഇതിൽ നിങ്ങൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഞാനിപ്പോൾ പറഞ്ഞ ഈ ലാസ്റ്റ് ഉള്ളത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇനി അടുത്ത വീഡിയോയിൽ വെർച്വൽ മെമ്മറി ഷെയർ ചെയ്യാം. അതോടെ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിലുള്ള ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് എല്ലാം മാക്സിമം കവറായി കാണും. താങ്ക് യു.